നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് വിൻട്രയുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി വിൻട്രയുടെ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എല്ലാം നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കണം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് 2009 ഫസ്റ്റ് വേർഷനോട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമുക്ക് 8 വേർഷനിൽ നിൽക്കുവാണ്. നമ്മൾ പുതിയ വേർഷൻ നമ്മൾ നോക്കുന്നത് 10th വേർഷനാണ്. അപ്പോൾ അപ്ഡേഷൻ എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിലിടക്ക് നമ്മൾ 2 സ്കാനറും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വേർഷൻസിൻ്റെ ഒരു എങ്ങനെയത് ഏതൊക്കെ വേർഷൻസ് ആണെന്നുള്ള ജസ്റ്റ് നിങ്ങളെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ 8th വേർഷൻ ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോ എടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസിലുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2009 ഫസ്റ്റ് വേർഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഈ തരുന്നത്. നമുക്ക് സിമ്പിളായിട്ടൊരു വേർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വേർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെക്കൻഡ് വേർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ മാത്രം യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് ആണ്. അതായത് അതിനകത്ത് സിഗ്നൽസ് ഇല്ല. ട്രെൻഡ് ലൈൻ മാറുന്നതനുസരിച്ച് നമ്മളിവിടെ ബൈ ആൻഡ് സെൽ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ തേർഡ് വേർഷൻ എടുത്തപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ചേഞ്ചസ് കൊടുത്തിട്ടാണ് തേർഡ് വേർഷൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിലീസ് ചെയ്തതാണ് ഫോർത്ത് വേർഷൻ. നല്ലൊരു റിസൾട്ട് വന്നൊരു വേർഷനായിരുന്നു. നമുക്ക് സിഗ്നൽസ് നമ്മൾ ആദ്യമായിട്ട് സിഗ്നൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് സിഗ്നൽസ് വരും. അതുപോലെ നമുക്ക് പെർസെൻറ്റേജ് ഇത്രയും പെർസെൻറ്റേജ് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് അറിയാൻ സാധിക്കുമേ. അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം എഴുതി കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്ത 5th വേർഷനായിരുന്നു. 5th വേർഷനും നമുക്കിതിനകത്ത് സിഗ്നൽസ്, അതായത് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ എഴുതി കാണിച്ചു തരും ഏത് ലെവലിൽ നമ്മൾ എൻട്രി എടുക്കണം, അത് എക്സിറ്റ് ലെവലെല്ലാം കാണിച്ചു തരും. ഇത് 5th വേർഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുകയാണ് 6th വേർഷൻ. വളരെ സിമ്പിളും അതുപോലെ ആക്യുറേറ്റ് ആയിട്ടൊരു വേർഷനാണ് 6th വേർഷൻ. 6th വേർഷൻ നമുക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്ക് 4 കൺഫർമേഷൻ മെത്തേഡാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 4 കൺഫർമേഷൻ ഓക്കെ ആയാൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്ത് തേച്ചാൽ മതിയായിരുന്നു. സ്റ്റോപ്പ് ലോസ് എല്ലാം അതിനകത്ത് തന്നെ എഴുതി കാണിച്ചു തരും. ടാർഗറ്റ് ലെവൽസ് എല്ലാം ഉണ്ട്. ഇതാണ് 6th വേർഷൻ. അത് നമ്മൾ റിലീസ് ചെയ്തതാണ് 7th വേർഷൻ. 7th വേർഷൻ നല്ലൊരു വേർഷനായിരുന്നു. നമുക്ക് ഡബിൾ കൺഫർമേഷൻ തരുന്നൊരു വേർഷനായിരുന്നു. പിന്നെ നമ്മൾ റിലീസ് ചെയ്തതാണ് നമ്മൾ ഇപ്പോഴത്തെ റണ്ണിങ് വേർഷൻ 8th. ആക്ച്വലി ഇത് 8th വേർഷനാണ്. 8th വേർഷൻ ഒന്നും കൂടെ നമ്മൾ മോഡിഫൈ ചെയ്താണ് 8.1 ചെയ്തിരിക്കുന്നത്. 8.1 എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു 90% മോർ ദാൻ 90% മേലിൽ ഒരു റിസൾട്ട് തന്ന വേർഷനാണ് ഈ 8.1 എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ 2 സ്കാനർ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് 2 സ്കാനറുണ്ട്. ഫസ്റ്റ് സ്കാനർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കാനറാണ്. ഇത് കണ്ടേ, ഇവിടെ നമുക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ 3 ഗ്രീൻ ആരോ ഉണ്ട്, അതായത് അവിടെ ഫുൾ അപ്പ് ട്രെൻഡ് എന്നർത്ഥം. അതുപോലെ 3 റെഡ് ആരോ ആണെങ്കിൽ അവിടെ ഡൗൺ ട്രെൻഡ് എന്നർത്ഥം. അതുപോലെ 2 ഇപ്പോൾ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2 റെഡും 1 ഗ്രീനും അല്ല, അതായത് അവിടെ മേജർ ട്രെൻഡ് ഡൗൺ ആണ്, ചെറുതായിട്ടൊന്ന് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡ് വൈസ് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്കാനർ. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് സിഗ്നൽസ് കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ന്യൂ സിഗ്നൽസ് മാത്രമല്ല കേട്ടോ. ഇവിടെ ന്യൂ സിഗ്നൽ ജനറേറ്റ് ഇല്ല. അവിടെ നമുക്ക് ന്യൂ സിഗ്നൽസ് അല്ലാതെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കൂടെ നമുക്ക് സിഗ്നൽസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടലി 8 വേർഷൻസ് 2 സ്കാനറും കൂടെ അടങ്ങുന്ന ഒരു പാക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പുതിയ വേർഷൻസ് വരുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കിട്ടും. ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ട്രേഡ് എല്ലാം നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എടുക്കണം. നമ്മൾ കോൾസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനകത്താണ് ഈ സിഗ്നൽസ് ഒക്കെ വരുന്നത്. അതാണ് അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.